വേണം അല്ലെങ്കിൽ ഞാൻ അഭിനയിക്കില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ പുൽത്തൈലം ലൈവ് ഉണ്ടാക്കുന്നിടത്താണ് വരുന്നത്. അവിടെ ഇന്നിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ആപ്പിള് പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, ക്യാരറ്റ്, കപ്പലണ്ടി എല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഇവിടെ. ഈ പുൽത്തൈലം വാറ്റി വരുന്നത് ഇവിടെയാണ്. പുൽത്തൈലം വാറ്റി വരുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇവിടുത്തെ ഗ്രാമീണരുടെ സംരംഭങ്ങളാണ്. തൈലം വരുന്നത് എവിടെയാണല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പുൽത്തൈലത്തിൻ്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചു നോക്കാം, എന്താണെന്ന് നോക്കാം. ഓക്കെ ബാ. ആ അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങളുടെ പുൽത്തൈലം എടുക്കുന്ന കറക്റ്റ് സംരംഭത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ആ പുൽത്തൈലം പ്രൊഡക്റ്റ് ചെയ്യുന്ന ആ ഒരു സംവിധാനമാണിത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റ് നമുക്കൊന്ന് നോക്കാം, സെർച്ച് ചെയ്ത് നോക്കാം. അത് ആ ചേട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ചേട്ടാ, ഈ പുൽത്തൈലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പുല്ല് ഫുള്ളായിട്ട് മുറിച്ച് കൊണ്ടുവരണം. മുറിച്ച് കൊണ്ടതിന് അകത്തിടണം ഫുള്ളായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഈ പുല്ല് മുറിച്ച് ഇതിനകത്ത് ഫുള്ളായിട്ട് ഇടണം. ഓക്കെ, ഇട്ടിട്ട് ഇത് അടച്ചിട്ടിട്ട് അടച്ചിടണം. ഇവിടെ തീ കത്തിക്കണം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. സൂപ്പർ നല്ല മണം വരും. ഇവിടെയാണ് അടുപ്പ്. തീ ഇട്ട് കളിഞ്ഞാൽ ഇവിടെ തീ ഇടണം. ഇതിനകത്ത് തീ ഇടും. 3 മണിക്കൂർ വേകണം. 3 മണിക്കൂർ വെള്ളം ഒഴിക്കുമോ? വെള്ളം കുറച്ച് ഒഴിക്കും. 3 മണിക്കൂർ വേകണം അല്ലേ? കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം, ഒരു ലിറ്റർ അടുത്ത് ഒഴിക്കും വെള്ളം. 3 മണിക്കൂർ വേകുമ്പോൾ ഈ തൈലം തന്നെ നല്ല വെന്ത് കളഞ്ഞിട്ട് ഈ തൈലം തന്നെ പുറത്ത് ഈ ഓസി കൂടി തന്നെ പുറത്ത് പോകും. ഈ ഓസിയുടെ പുറത്ത് ഇവിടെ ഈ ബാരലിൽ വിടും. ബാരലല്ല, പുറത്ത് വരും. പുറത്ത് വരും. അവിടെ തനിച്ച് തൈലം, അതായത് അവിടെ പുറത്ത് വരുന്നതെന്ന് വെച്ചാൽ ഇതിക്കണേ ഞാൻ വന്ന് നോക്കിയിട്ട് വരാം. ഈ ക്യാനിൽ ഇവിടെ വന്ന് വീഴും അല്ലേ? അവിടെ നിന്ന് വീഴുമ്പോൾ ഇവിടെ ഈ ഇതിൽ വന്ന് വീഴും അല്ലേ തൈലം? ഈ പാത്രത്തിലല്ലേ വീണത്? ഇപ്പോൾ ഈ തൈലം കിടക്കുന്നോ? തൈലമാണ് കിടക്കുന്നത്. ഇത് വെള്ളമാണ് കിടക്കുന്നത്. ഓക്കെ, തൈലം ഇവിടെ ഇതുപോലെ വന്ന് വീഴുമ്പോൾ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ വെള്ളം കളയും. പിന്നെ ആ തൈലം മാത്രം അവിടെ വരും. അതൊന്ന് നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കുപ്പിയാക്കും. ഇപ്പം എടുത്തതിൽ ഇരിപ്പുണ്ടോ? നോക്കട്ടെ. ഇതിങ്ങനെ എത്ര വില വരും? ഇത് ഒരു കുപ്പി 150 രൂപ വരും. വില ഇത്തിരി കൂടുതലാണല്ലേ? ഞാൻ അത്രയും കഷ്ടപ്പാടുണ്ട്. എനിക്ക് 1 കിലോ തൈലം കിട്ടും, അത്രയേ ഉള്ളൂ. ഗ്യാസ് ഓവറാണ്. പണിക്കാർക്ക് പൈസ കൊടുക്കണം, പുല്ല് മുറിക്കാൻ വിറക് കൊണ്ടുവരാൻ. ഇതാണ് ഇത് 150 രൂപ എന്നാണ് പറയുന്നത്. ഈ ഒരു ചെറിയ ബോട്ടിൽ ഇതിന്, ഈ ഒരു ചെറിയ ബോട്ടിലിന് 150 രൂപ എന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാസന ഇത്ര തന്നെയാണോ? നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പരിപാടിയല്ലേ? ഇത് വേറെ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടോ പുൽത്തൈലത്തിൽ? ഇത് എന്തോന്ന് പുല്ലാണ്? ഇത് വേപ്പുള്ളെന്ന് പറയും. ഇഞ്ചി പുല്ലാണ്. ഇഞ്ചി പുല്ലാണ്. ഇഞ്ചി തൈലമാണിത്. ഓക്കെ. ഈ പുൽത്തൈലം ഇത് 2 ലിറ്റർ വെള്ളത്തിൽ എന്തൊക്കെ തൈലം ഒഴിച്ചിട്ട് നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ റൂമൊക്കെ തുടച്ച് കഴിഞ്ഞാൽ മണം പോവില്ല. മണം ഉണ്ടാകും, നല്ല മണം ഉണ്ടാകും. ഈച്ച വരില്ല, കൊതുക് വരില്ല, പാമ്പ് വരില്ല, കർപ്പാമ്പൂച്ച വരില്ല, പല്ലി വരില്ല. പറ്റുവാണെങ്കിൽ നമുക്ക് ആയി പിടിക്കാം. അത്രയും ഗുണമുണ്ട് ഇതിന്. ഇത്രയും ജലത്തിൽ തന്നെ. ഇതിപ്പോൾ അതെന്താണ് സാധനം? അപ്പുറത്തിരിക്കുന്ന ബോട്ടിൽ വേറെ കളർ? അത് യൂക്കാലി. അത് അപ്പുറത്തിരിക്കുന്നത് അത് മുറിവെണ്ണയാണ്. അത് മുറിവെണ്ണ. മുറിവെണ്ണ എന്തെല്ലാം ഉണ്ടാക്കുന്നത്? മുറിവെണ്ണ ഒരു പച്ചല മരുന്നാണ്. പച്ചല മരുന്നാണ്. അതിന് എന്തിനൊക്കെ? മുറിവ് ഉണ്ടെങ്കിൽ ഇടാം, നരമ്പ് ഏതെങ്കിലും തളച്ചുണ്ടെങ്കിൽ നല്ലതാണ്. ഇതാണ് അതിൻ്റെ പുൽത്തൈലം നിർമ്മിക്കുന്ന ആ ഒരു സെറ്റിൽമെൻറ്റ്. നിങ്ങളെല്ലാം കേട്ട് കാണും. എന്തായാലും കൊള്ളാം. എന്തായാലും ചേട്ടാ, ഇതിൽ ഏതാണ് നമുക്ക് ഈച്ച ശല്യവും മറ്റൊന്നും? ഈച്ച പ്രദേശത്തുണ്ടെങ്കിൽ തന്നെ അവിടെ വരില്ലെന്നാണ് പറയുന്നത്. ഇത് ഇവിടെ തന്നെ കാണാനല്ലോ. ഒരു ഈച്ചയോ ഒരു കൊതുകോ ഇവിടെ ഏതെങ്കിലും കാണണമല്ലോ. ശരി, എന്തായാലും ഒരു ബോട്ടിൽ എനിക്ക് തരണം. ഒരു ബോട്ടിൽ കൊടുക്കും. ക്യാരറ്റ് 100 രൂപ 1 കിലോ.
ആദിവാസി കുടിയിൽ നിന്നാണ്. അല്ല ഇവിടെ ഉള്ള ആ ആപ്പിൾ തന്നെ ആദിവാസി കുടിയിൽ പോകണം. പുറത്തുനിന്ന് വരുന്നതല്ല? ഓക്കെ ഓക്കെ. ഉറപ്പാണോ? ഉറപ്പാ. ഇതിൽ വേറെ കെമിക്കലൊന്നും ചേർത്തിട്ടില്ല? ശൈവ കൃഷികളാണ് ഇതൊക്കെ. ഇതിപ്പോൾ ആ പച്ച ആപ്പിൾ എത്ര രൂപ കിലോ? 250. റേറ്റ് ജാസ്തിയാണല്ലോ. അത്രയും ടേസ്റ്റുണ്ട്. ശൈവ കൃഷിയല്ലേ, നമുക്ക് വെറുതെ വളമൊക്കെ ഒന്നുമില്ലല്ലോ. ഇതാണെങ്കിൽ എത്ര രൂപ? അത് 250. ഇച്ചിരി മാറിക്ക് കഴിച്ച്. ഈ മാതളം 240 രൂപ. അത് പുറത്തുള്ള അതേ വില ഉണ്ടല്ലോ നിങ്ങൾ ഇവിടെ? നമ്മൾ ഈ പച്ച ആപ്പിളാണ് വെച്ച് നല്ല ടേസ്റ്റാണ്. ചേട്ടാ പിന്നെ കാണാം. നമസ്കാരം. ശരി കേട്ടോ. ഓക്കെ. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. ഓക്കെ. അങ്ങനെ പുൽത്തേലം കറക്റ്റായിട്ട് ഉണ്ടാക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമ്മൾ യാത്ര അടുത്ത സൈഡിലോട്ട് ഇരിക്കുകയാണ്. അഥവാ ഇത് ഈ എപ്പിസോഡിൽ നിന്നാലും അടുത്ത എപ്പിസോഡിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. ആ വെണ്ടയ്ക്കല്ല, അത് വേറെന്താ ഒരു ഔഷധ ചെടിയാണ്. എന്തായാലും തിരുമോന്നൂടെ കാണുന്നു. ഓക്കെ. ആ ട്രീയിലൂടെ കയറിയിട്ട് പോ. ഓക്കെ ഓക്കെ. നല്ല എൻ്റർടൈൻമെൻറ്റുള്ള ഒരു സ്ഥലമാണിത്. സൂപ്പറാണ്. പുറംബരം സിനിമയിലുള്ള സംവിധാനങ്ങളാണിതെല്ലാം ഈ പ്രദേശം മൊത്തവും. ഇപ്പോൾ ഏർമാടത്തിലോട്ടുള്ള ഒരു കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അല്ല ഗൈസ്, ഏർമാടത്തിലോട്ടൊന്ന് കയറിയിട്ടുണ്ട്. റിസ്ക്കാണ്, ടാസ്ക്കുമാണ്. പ്രവേശന കവാടത്തിലോട്ടെത്തി, ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഏർമാടമാണ്. ഏർമാടം ഉണ്ടല്ലോ, വിശ്വസുന്ദരമായ സൂപ്പറാണ്. ഏർമാടത്തിൽ തങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അതില്ല. അപ്പോൾ മകള് റിസ്ക് എടുത്ത് കയറി വരികയാണ്. മകളെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഏർമാടത്തിലാണ് വന്നത്. ഇതിൻ്റെ ഒരു ഡബിൾ ഇരട്ടി വലിപ്പമുള്ള ഒരു മരത്തിൻ്റെ മുകളിലുള്ള ഏർമാടം ഉണ്ട്. അത് കുറച്ച് കയറിയിട്ട് മോളെ ഇറക്കി. റിസ്ക്കാണ് അത് കയറാൻ. മരത്തിൻ്റെ വേരുകൾ കൊണ്ടൊക്കെയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വൈഡ് വ്യൂ നല്ല സൂപ്പറാണ്. ഇതിന് മുകളിൽ നിന്നുള്ള വൈഡ് വ്യൂ എടുക്കാൻ നല്ല രസമാണ് സംഭവം. അതിൻ്റെ ടോപ്പിൽ കയറിയപ്പോൾ എടുക്കേണ്ടതായിരുന്നു. കൊള്ളാം അല്ലേ? ആ മകള് ഇങ്ങനെ എത്താറായി. മകളെ ഒന്ന് എൻ്റർ ചെയ്തെങ്കിലും വിളിക്കാം. ആ മകൾ റിസ്ക് എടുത്ത് പിടിച്ച് കയറാണ്. അവളെ എഫർട്ട് ഉണ്ടല്ലോ. അവൾ കൃത്യമായിട്ടും നല്ല പിടിച്ച് 2 കൈയുടെ ബലത്തിൽ അവളെ തൂങ്ങി കയറുകയാണ് ശരിക്കും പറഞ്ഞ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ അളിയും കൂടെ തൊട്ടടുത്തുണ്ട് പുറകിൽ. എന്നാലും അളിയൻ പിടിക്കുന്നില്ല. അവളിനെ അതിൽ പിടിച്ച് കയറുകയാണ്. ഗേൾസ് ലൈക്ക് share, comment, പ്ലീസ്. ഇറങ്ങിക്കോ. ഇറങ്ങുന്നതാണ്. ഇറങ്ങിക്കോ. മകളങ്ങനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഏർമാടത്തിൽ തങ്ങിയിട്ട് ഇറങ്ങുകയാണ് മകള്. സൂപ്പർ. പിന്നെ കുതിര മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് കുതിര മൂത്രമൊഴിക്കുന്നവരെ ഞാൻ എടുക്കാൻ പറ്റി. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. വളരെ ക്ഷമയോടെ കാത്തു നിന്നിട്ടാണ് ഇത് എടുക്കാൻ പറ്റിയിട്ടില്ല ഈ ലൈവ്. എന്തായാലും
ഓക്കെ. അങ്ങനെ റിസ്ക് എടുത്ത് മകളിങ്ങനെ ഇറങ്ങി വരികയാണ്. നമ്മുടെ ഹലോ ഗൈസ്, അവർ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എത്താറായി. ഇതൊരു ടാസ്ക്കാണ്, എൻ്റെ മകൾ ഏറ്റെടുത്ത ടാസ്ക്കാണ്. അത്ര മുടക്കാൻ വേണ്ടത് നിങ്ങൾ ഈ കുതിരയ്ക്ക് എന്തെങ്കിലും ഒരു മേടിച്ചു കൊടുക്ക്, ഇല്ല ഒരു കിലോ ഉളുന്ന് മേടിച്ചു കൊടുക്കല്ല, ഒരു കിലോ കുതിര മേടിച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ എന്തെങ്കിലും 10 രൂപ തരുന്നുണ്ടോ? ഇല്ലോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബാക്കി അടുത്ത ഏരിയയിൽ അടുത്ത സ്ഥലത്ത് നമ്മൾ മൂവ് ചെയ്തിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്.